ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞപ്പോൾ അതെ നല്ല മഞ്ഞാട്ടോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഞ്ഞാണ് കേട്ടോ. ഇപ്പോൾ അതേ മഞ്ഞിനൊക്കെ കുറച്ച് കുറവുണ്ട്, നല്ലൊരു തണുപ്പ്. കുറേ പൂല്ലേ. അയ്യോ ചാടിപ്പോയാണ്. ചായക്ക് വെള്ളം വെച്ചാണ്. ചായക്കടിയായോ? ചപ്പാത്തി. അപ്പം ഇന്ന് ചപ്പാത്തിയാണ് സ്പെഷ്യല്. ചപ്പാത്തി. ഇതെന്താ ചപ്പാത്തി വേവാത്ത അരി? അപ്പോൾ ഞങ്ങള് പൂടാൻ പോവാണ്. അപ്പം ഞാനൊരു ചേമ്പിൻ്റെ ഇല എടുത്ത് നിൽക്കുകയാണ് പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ ചുറ്റും പൂവാട്ടോ. ഇതാ ഇവിടെ ഒക്കെ നിറയെ പൂവാ. പൂ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എവിടെ ഇതായിട്ട്. ഓക്കെ, സൂര്യകാന്തിനെ പോലെ തന്നെ അല്ലേ ദേവോ? ഇതാ ഇതൊരു 2-3 കൂടി പറിച്ചോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൂക്കളെ ഓയ് വിടുങ്കൾ. വേഗം പറിച്ച സമയല്ല, ക്ലാസ്സിന് വേണ്ടേ. അത് ഓരോ പൂ ഓരോ പ്രത്യേകത ഉണ്ടാവുമല്ലോ. മുട്ട് പറിക്കണ്ട. അതെന്തിനാ? അതെന്റെ വിത്താണ്. അത് പറിക്കണ്ട, പൂ മാത്രം പറിച്ചാ മതി. പക്ഷെ അത്തത്തിന്റെ അന്ന് ഒരു റൗണ്ട് പൂടാൻ പറ്റുള്ളൂ എന്നൊക്കെ അല്ലേ പറയല്? അങ്ങനെയാണ്. മതി. റോസ് പറിക്കണ്ട, നാളെ നോക്കാം. എന്റെ വീടിന്റെ മുന്നിലുള്ള അടക്കാപ്പായത്തിന്റെ മരമാണ്. അടക്കാപ്പായം എന്ന് പറഞ്ഞാൽ പേരക്കട്ടോ. ഇത് ഞങ്ങളിവിടെ ഇതിന്റെ തൈയൊന്നും നട്ടതൊന്നുമല്ല. ആരോ ഒരു പേരക്ക തിന്നിട്ട് അതിന്റെ ബാക്കി ഭാഗോ അങ്ങനെ എന്തെങ്കിലും ഇട്ടതായിരിക്കാം. ഇതങ്ങനെ മെല്ലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വളർന്നു വന്നതാണ്. പക്ഷെ ഇതിലുണ്ടല്ലോ, ഇത് വലിയ പേരക്കയാണ്. ഇപ്പം ചെറുതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, കുറേ ഉണ്ട്. നല്ല വലിപ്പം വെക്കിയത്. പേരക്കൊക്കെ കാലൊന്നുമില്ല, അതൊക്കെ എപ്പോഴും ഉണ്ടാവും. ചാണകം കൊണ്ടുവരാൻ മറന്നു ഗൈസ്. ചാണകത്തിന് കുറച്ച് അപ്പുറത്തേക്ക് പോകണം. ഒരു 4-5 വീട് അപ്പുറമാണ്. അപ്പം പിന്നെ ഈ സമയമല്ല, ഇനി ക്ലാസ്സിനൊക്കെ പോവാനുള്ളതുകൊണ്ടേ സമയമല്ല. ഇത് ദേവുവിൻ്റെ സ്വന്തം ഡിസൈനാട്ടോ. ഓളെ സ്വന്തമായിട്ടിടാണ്. അതന്നെ, ആദ്യമായിട്ടാണ് പൂവിടണേ. പൂവിട്ടിട്ടുണ്ട്. പൂവിട്ട് കഴിഞ്ഞിട്ട് അത് എങ്ങനെ ഇട്ട പൂവ് ഓരോന്ന് എടുത്ത് വലിച്ചെറിയും. ഇപ്പൊ കുറച്ചൊന്ന് വലിയ കുട്ടി ആയതുകൊണ്ട് സാരല്ല, അങ്ങനൊക്കെ അല്ലേ ഇട്ട് പഠിക്കല്. ഇനി അടുത്ത തവണ ശ്രദ്ധിക്കണം. ഫസ്റ്റത്തെ ലെയർ ഒരു പൂവാണെങ്കിൽ രണ്ടാമത്തെ ലെയർ ഒരേപോലത്തതാവണം. പിന്നെ മൂന്നാമത്തെ ലെയർ ഒരുപോലത്തെ. ഇപ്പം ഇത് ഒരു സെക്കൻഡ് ലെയർ ഇപ്പോൾ നോക്ക് പല പൂവല്ലേ, അങ്ങനെ ആവരുത്. ഓക്കെ. പക്ഷെ ഈ അത്തത്തിൻ്റെ അന്ന് ദേവോ ഒരു പൂ ഇട്ടാൽ മതി. എന്നിട്ട് 10ാമത്തെ ഓണാണ് തിരുവോണം. ആ തിരുവോണത്തിന് എന്ത് ചെയ്യണം? വലിയ റൗണ്ട്, 10 റൗണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പറയുന്നൊക്കെ അറിയില്ല കറക്റ്റായിട്ട്.
ചാണകമാണെന്നുല്ലേ. സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് ഇന്ന് അത്താണെന്ന് ഞാൻ അറിയണ കേട്ടോ. എനിക്ക് ഓർമ്മയില്ലേന്നു. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അത്തം വരുന്നതെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ തറയൊക്കെ കെട്ടാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരം അറിഞ്ഞു. അപ്പം പിന്നെ സമയം ഒട്ടും ഇല്ലേന്നു. ചാണകം കൂടി കിട്ടിയില്ല. അപ്പം ഇന്ന് അത്തപ്പൂക്കളൊക്കെ ഇട്ട് വീട്ടിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനും ദേവും ഡാൻസ് ക്ലാസ്സിലെത്തിന്. കുട്ടികളാരും എത്തിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. നല്ല പൊടിയാണ്. റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര പൊടി, അല്ല കറുത്ത പൊടി. അപ്പോൾ അതൊക്കെ അടിച്ച് വാരി തുടച്ച് ഇങ്ങനെ നിൽക്കുക. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡാൻസും പരിപാടികളൊക്കെ നമുക്കൊന്ന് കാണാം. വന്നാട്ടെ. ചേച്ചി പോയോ? ഒരാളെത്തിന്. അപ്പം നമുക്ക് കഴിഞ്ഞിട്ടുള്ള കലാപരിപാടികളാണ് ഇതൊക്കെ. ആ കസാര പൊട്ടിക്കണ്ട കേട്ടോ ദേവു. ഈ ജംഗ്ഷനിൽ തന്നെയാ കേട്ടോ, കാവലൂർ ജംഗ്ഷനിലാണ് എൻ്റെ ക്ലാസ് വരുന്നത്. നല്ല തിരക്കാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ കല്യാണമൊക്കെ ഉണ്ടാവും. അപ്പോൾ കല്യാണത്തിന് പോണവരും വരുന്നവരും ഇവരൊക്കെ തിരക്കാൻ തോന്നും. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നല്ല തിരക്ക് തന്നെയാണ്. ഹലോ, ഞാൻ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് കൽത്തപ്പം വാങ്ങിച്ചു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്താ എൻ്റെ അമ്മച്ചിക്ക് പത്തിരിയും ചിക്കൻ കറിയൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് കഴിച്ചു. ഇനിയിപ്പോൾ കൽത്തപ്പം കഴിക്കാൻ പോട്ടെ. 3 വാങ്ങിച്ചേ. 3 ഉണ്ട് കൽത്തപ്പം. ഇതിലിപ്പോൾ ഏതാ വലുത് നോക്കട്ടെ. എനിക്ക് എന്താണെന്നറിയില്ല, ആദ്യം മുതലേ ഉള്ള ശീലമാണ് വലുത് നോക്കിയിരിക്കണം. ആരും കാണണ്ട. ഇതിലേതാ വലുത്? വലുത്. ഈ മലബാർ ഏരിയയിലുള്ളൊരു സ്നാക്സ് ആട്ടോ കൽത്തപ്പം. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കല് വെച്ചാൽ അരിപ്പൊടിയല്ലേ, അരിപ്പൊടി, ശർക്കര, പിന്നെ തേങ്ങാക്കൊത്ത് ഇതൊക്കെ ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കണത്. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലേ. പിന്നെ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റുക. അപ്പോൾ പിന്നെ എന്ത് കിട്ടിയാലും കഴിക്കും. അത് പിന്നെ എനിക്ക് ശീലമായി എന്ന് വിചാരിച്ച് കിട്ടണ വാരി തിന്നലും ഇല്ല കേട്ടോ. കൽത്തപ്പം ഉണ്ടാക്കും ഒരു ദിവസം. പാല് കുടിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് പാല് വാങ്ങി. ഇപ്പം നേരെ ഉച്ചയായി. നല്ല വെയിലാണ്. മഴയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഭയങ്കര വെയിൽ. അതുകൊണ്ട് എന്താ വേറെ കാര്യമുണ്ട് കേട്ടോ, തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി. പക്ഷെ നല്ല വിശപ്പ്. നേരത്തെ ചായ കുടിച്ചിട്ടുള്ളൂ, പക്ഷെ ഇപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പം എൻ്റെ അമ്മ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മുരിങ്ങ കൊണ്ടുവന്നേ. ഇത് താളിപ്പിന് ഉപ്പേരിക്കോ? മുരിങ്ങപ്പേരി. എങ്ങനെ തേങ്ങ ഇട്ടോ മുട്ട ഇട്ടോ? മുട്ട ഇട്ടുണ്ടാക്കുമോ? മുട്ടയില്ല, സാരമില്ല. മുരിങ്ങപ്പേരിയും ചോറും. എന്താ ഉണ്ടാക്കണേ? ഇത് എന്താ എന്നാ വെക്കുക? അത്തത്തിൻ്റെ ഒന്നും വെക്കൂലല്ലോ. അത്തത്തിൻ്റെ എന്നല്ല, ഉത്രാടം മുതൽക്ക് 3 ഓണത്തിന് വെക്കും. ഈ പൂക്കളിടുമ്പോൾ അതിൻ്റെ നടുക്ക് ഉണ്ടാവുമല്ലോ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മണ്ണിൻ്റെ ഒരു സംഭവം. അതാണിത്. അതെന്തിനാണ് പൂക്കളത്തിലിടണതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് നോക്കേണ്ടി വരും വല്ല ബുക്കിലോ ഗൂഗിളിലോ.
എന്നിട്ട് അതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അമ്മായി ഉണ്ടാക്കുന്നത്. മണ്ണ് വെച്ച് ഇത് കളിമണ്ണ അല്ലല്ലോ, പുറ്റുമണ്ണില്ലേ? സോറി ഗൈസ്, കളിമണ്ണ് ഈ കളറല്ലല്ലോ അല്ലേ, ഇതിനേക്കാളും കുറച്ചും കൂടി കളർ കൂടുതലല്ലേ കളിമണ്ണിന്. ഉണ്ടല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല പരിചയമാണ് മണ്ണിനോട്. വേറെ ഒന്നല്ല, ഇപ്പോഴും ഞങ്ങളെ തറവാട്ടിൽ എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ മുറ്റമൊന്നും ഇൻ്റർലോക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ വേനലൊക്കെ ആകുമ്പോഴേക്ക് ഞങ്ങൾ മണ്ണൊക്കെ വെച്ചിട്ട് നല്ല മുറ്റം നന്നാക്കും. അതിനൊരു തറയൊക്കെ കെട്ടിയിട്ട് നന്നായിട്ട് മണ്ണുകൊണ്ട് അടിച്ച് പരത്തി നന്നാക്കിയിട്ട് ചാണകം മെഴുകും. അപ്പം ഇതൊന്നൊരു പണിയല്ല, നിസ്സാരം പണി കഴിഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ പണി? എവിടെ പണി? നല്ല അധ്വാനിക്കുന്ന ജനവിഭാഗം. പക്ഷെ ഭയങ്കര വെയിലാണ്, നിൽക്കാൻ കഴിയണില്ല മുറ്റത്ത്. ഇതേ 3 എണ്ണം അവസാനം ഉണ്ടാക്കി ആക്കാൻ വെച്ചിരുന്നു കേട്ടോ. ഇന്നെന്തായാലും പെട്ടെന്ന് ഉണങ്ങും. കാരണം നോക്കിയേ നല്ല വെയിലാണ്. അമ്മായിയൊക്കെ തിളങ്ങണ വെയിലത്തുനിന്ന്. ചോറായി കാണിച്ചാലോ. മുരിങ്ങുപ്പേരിയും പരിപ്പ് കറിയും. ഉച്ചയ്ക്ക് ചോറിനതിന് ശേഷം ഞാനും അനിയനും കുട്ടികളും കൂടി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. കാരണം അവിടെ ഒരു ചെറിയൊരു ചടങ്ങുണ്ട്. അപ്പോൾ ഞങ്ങളെ റിലേറ്റീവ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലോട്ട് കയറുകയാണ്. നമ്മൾ ഇത്ര നേരം അമ്മളി മാമനെ നോക്കിയിരിക്കുകയാണ്. നമുക്ക് വാതിൽ തുറക്കാം. അയ്യോ, ഇതാ അമ്മ അവിടെ ജോലി ചെയ്യാണ്. നമുക്ക് വാതിലടക്കട്ടെ. അമ്മ ഇതാ അവിടെ ജോലി ചെയ്യണേ. പിന്നെ നമുക്ക് എന്താ കറിയെന്ന് അറിയത്തില്ല. കുറച്ച് തേങ്ങയൊക്കെ ഉണ്ട് ഇവിടെ, എന്തിനാന്ന് അറിയത്തില്ല കേട്ടോ. എന്താമ്മ? ചായ, കട്ടൻ ചായൻ്റെ ബാക്കി സാധനം. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട്. ഞാനൊന്ന് മഞ്ഞൾപ്പൊടി കടിച്ചിട്ടുണ്ട്. ഇതിവിടെ ഫ്രിഡ്ജ് കേട്ടോ. നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണേ. അപ്പോൾ നമുക്കിതൊരു ഇവർക്ക് സ്വിച്ച് ഉണ്ടാവും. ഇതിൻ്റെ സ്വിച്ച് നമുക്ക് ഇടാട്ടോ. ഇത് തുറക്കാം. ഈ സ്വിച്ച് വേണമെങ്കിൽ നമുക്ക് അവിടുത്തെ സ്വിച്ച് ഇടാൻ പറ്റുമോ. പിന്നെ ഇത് വേറെ സ്വിച്ചാണ് ഉണ്ടോ. ഇപ്പോൾ നമ്മളെ വാഷ് മെഷീൻ എത്തുന്നത്. ഇവരെല്ലാവരും ഇവിടെ മാമ അവിടെ ഗെയിം കളിക്കാണ്. സയാമീൻ്റെ അമ്മ, ദാദി, മാധുസ്. എന്നിട്ട് റസയാണ് ഇതിട്ട് മാറി. എല്ലാവരും ഉണ്ട്. തുമ്പി 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 ഓക്കെ മാമ. ഇതല്ല മാമൻ കണ്ടോ, എല്ലാവരും ഉണ്ട്. ഇതിന്റെ മീശ. എല്ലാരും രാജാക്കന്മാരെ പോലെ മീശാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മോളെടുത്ത വീഡിയോസൊക്കെ ഞാൻ എപ്പോഴാട്ടോ കാണുന്നത്. എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം എല്ലാവരും കൂടി വന്നപ്പോൾ വീഡിയോ എടുക്കലും ഒന്നും പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.